ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആണ്. ഹോസ്റ്റൽ ആൻഡ് കോളേജ് ലൈഫിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, എന്ത് കണ്ടന്റ് നമ്മൾ ഇന്ന് ഇടാൻ വേണ്ടി എടുക്കും എന്ന് വിചാരിച്ചു പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പം കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. വന്ന ദിവസം തൊട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന ആ ഒരു സുദിനം എത്തി. നാളെ ഞങ്ങൾ വെക്കേറ്റ് ആവുകയാണ്. നാളെ എന്ന് പറഞ്ഞാൽ 25/2/2025 ചൊവ്വാഴ്ച നമ്മൾ വെക്കേറ്റ് ആവുകയാണ്. ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയർ വന്നപ്പം നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ കൊച്ചു പിള്ളേരാണ് ഇവിടുത്തെ. നമുക്ക് സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ഇയർ, എനിക്കൊന്ന് എല്ലാ കോളേജ് ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കാണുന്ന ഫ്രണ്ട്സ് അല്ല നമുക്ക് സെക്കൻഡ് ഇയറിൽ കാണുന്ന ഫ്രണ്ട്സിൽ. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മളൊരു ഗ്യാങ് നമ്മൾ തന്നെയായിരുന്നു ഫസ്റ്റ് ഇയർ തൊട്ട്. ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ഒരു ഗ്യാങ് നമ്മൾ തന്നെയായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്ന ആ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇതൊന്ന് കുറച്ച് 1, 2, 3 പേര് നമ്മളന്ന് പോയെങ്കിലേ ഉള്ളൂ. പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സമയത്ത് അറിഞ്ഞില്ല നമ്മള് വലിയൊരു ലോകത്തിലേക്കാണ് കടന്നു പോകാൻ പോകുന്ന. ഒത്തിരി കാര്യങ്ങൾ, നല്ലതും ചീത്തയും പഠിക്കാൻ അല്ലെ, മനുഷ്യരെയും പഠിക്കാൻ ഒരുപാട് പഠിച്ചു. കോളേജ് നമ്മൾ ഇത്രയും നാൾ നമ്മൾ സ്റ്റുഡന്റ് ലൈഫ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ രാവിലെ ഫ്രണ്ട്സിനെ കാണുന്നു, വൈകിട്ട് പോകുന്നു. പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുമ്പം ഈ 4 വർഷം അവരെന്താണ്, അവരിങ്ങനെയാണ്, അവരുടെ നെഗറ്റീവ് സൈഡ് ഇതാണ്, പോസിറ്റീവ്, നമുക്ക് ഫ്രണ്ട്സിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, കോളേജ് ലൈഫിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ അവസാന നിമിഷം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുറേ സഫർ ചെയ്തു. ചെയ്യാത്ത കുറ്റത്തിന് വരെ ഞങ്ങൾ കുറെ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ നിന്നവര് വരെ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ കൂടെ കള്ളവും ചതിയും ചെയ്ത് നിന്നവരൊക്കെ നല്ല അല്ലെ രക്ഷപ്പെട്ടു. നന്മ ചെയ്യുന്നവർക്ക് എന്നും. പിന്നെ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തായാലും കർമ്മ ഹിറ്റ്സ് എന്നാണല്ലോ. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കർമ്മ തിരിച്ചടിക്കും, ഉറപ്പാണ്. പിന്നെന്ന് വെച്ചാൽ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ. പിന്നെന്താ, പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞു. കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് ഓരോരുത്തരുടെയും വില നമുക്ക് മനസ്സിലാവുന്നുണ്ടായി. കാരണം 4 ദിവസമുള്ളവരുണ്ട്, 5 ദിവസമുള്ളവരുണ്ട്, 6, 7 അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് 20 ദിവസം, നമുക്ക് 19 ദിവസം. ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോയാൽ എനിക്ക് ഇതുപോലെ ഡിപ്രഷൻ അടിച്ചാൽ ചത്തുപോയത്. അങ്ങനെ നിന്നു. പിന്നെന്താ പറയാന്ന് വെച്ചാല്, ഓരോരുത്തർ പോയപ്പോ നമുക്ക് അതിൻ്റെതായ വിഷമം മനസ്സിലായി. ഈ വലിയൊരു 2 റൂമില് നമ്മുടെ ഒരു ഗ്യാങ്, ആ ഒരു വലിയൊരു ലോകത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ നമുക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ആരംഭിത് സോനരാജു, പ്രിയ, സ്നേഹമാറ്റി പോയി കഴിഞ്ഞപ്പോ പറ്റുന്നേ ഇല്ലായിരുന്നു. ഭയങ്കര അത് ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ. ഓരോരുത്തർ പോകുമ്പോ ഇവരുണ്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ ലാസ്റ്റ് അവരോട് പോയപ്പോഴത്തേക്കും ഭയങ്കര എന്നുവെച്ചാൽ മനസ്സിനകത്ത് എന്തോ വിഷമം പോലെ. ആക്സെപ്റ്റ് ചെയ്യും, ഇനി ആരും വരില്ല, വീക്കെൻഡ്ലി വല്ല, ഇനി ആരും വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓരോ എക്സ്പീരിയൻസ്. ഞങ്ങൾക്കൊന്ന് ലാസ്റ്റ് എക്സാം തുടങ്ങുന്നതിന്റെ അന്ന് പോലെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടും, ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയായിരുന്നു ഏറ്റവും ലാസ്റ്റ് റിങ്ങിലെ ഞാനും ഇന്ന് അതിന്റെ ലാസ്റ്റ് ഡേ എത്തി ഗൈസ്. അങ്ങനെ അതൊക്കെയാണ്. പിന്നെന്താ, ഇതൊക്കെയായിരുന്നു കോളേജ് ലൈഫ്. കുറെ കുട്ടികൾ നമ്മൾ സ്നേഹിച്ചവര് തന്നെ നമുക്ക് വേണ്ടി തിരിച്ചടിച്ചു. എന്താണെന്ന് അവര് തിരിച്ചറിയുമല്ല ചെയ്തത് അവരാണെങ്കിൽ ഓക്കെ. നമ്മളൊക്കെ ആ ഒരു സ്നേഹം വെച്ച് പിന്നെ ചോദിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള പിള്ളേരല്ല ഇവിടെ ഉള്ളത്. അവരുടെ അടുത്ത് നമ്മൾ ചതിയൊക്കെ കാണിച്ചു തന്നാൽ നമുക്ക് നിൽക്കാം, ഉടായിപ്പ കാണിച്ചു തന്നാൽ നിൽക്കാം. അങ്ങനെ വെച്ചാ പിന്നെ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, കുറെ പേരെ. നമ്മളീ നല്ല ഫ്രണ്ട്സ് തമ്മിലും അടിയില്ലെന്നല്ല, അടിയുണ്ട്, അടി എല്ലാവരും തമ്മിലുണ്ട്. പക്ഷെ ആ ഒരു അടി എന്ന് പറഞ്ഞാൽ ഹെൽത്തി അടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് ഓക്കെ അവരങ്ങനെയാണ്, നമുക്കറിയാലോ, അങ്ങനെയാന്ന് മനസ്സിലാക്കി നമ്മൾ മിണ്ടും എല്ലാരും തമ്മില്. പിന്നെ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാരുമായിട്ടും എവിടെയെങ്കിലും ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാണാം. മന്തി കഴിക്കാൻ വിളിക്കാൻ ആൾക്കാരുണ്ടല്ലോ, അത് മതി. ഓക്കെ, മന്തി മെയിൻ ആയിട്ടോ. മന്തി അഡിക്റ്റ് ആയിരുന്നു ഞങ്ങളിവിടെ. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്. പിന്നെന്താ, അങ്ങനെ നാളെ നമ്മൾ വെക്കേറ്റ് ആവുകയാണ്. കലണ്ടർ വെട്ടി 24-ാം തീയതി ഞങ്ങൾക്ക് 1-ാം തീയതി അല്ലേ കോമ്പൻസേഷൻ തുടങ്ങിയത്? 1-ാം തീയതി ഞങ്ങൾ 1-ാം തീയതി തൊട്ട് ഇങ്ങനെ കലണ്ടർ വെട്ടുക.
നമുക്ക് 20 ദിവസം കോമ്പൻസേഷൻ ഇല്ല. അപ്പൊ 24-ാം തീയതി ആവുമ്പോൾ നമുക്ക് വെക്കേറ്റ് ആവാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾക്ക് എന്നാ റിസൾട്ട് ഒക്കെ വന്നിട്ട് നമ്മള് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വരും. അതൊക്കെ ഉള്ളു. ഇനി പുതിയൊരു രാത്രിയും കൂടെ നമ്മൾ ഈ ഫേബ ഹോസ്റ്റലിൽ താമസിക്കാൻ പോവാണ്. ലാസ്റ്റ് ഹോസ്റ്റൽ ലൈറ്റ് ഇവിടുത്തെ. ഇനി നമ്മൾ എവിടെയും ജോലിയൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഹോസ്റ്റലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. ഈ 4 years വല്ലാത്തൊരു ഭയങ്കര വലിയൊരു ജേർണി ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്നപ്പോ പഠിക്കാൻ വയ്യ, കരച്ചില് പിഴിച്ചില്, എന്നും വീട്ടിൽ പോണം, എന്നും വീട്ടിൽ പോണം. എന്റെ മോന് ഒരുപാട് എഴുതാനുണ്ട്. നഴ്സിംഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് നഴ്സിംഗ് തെരഞ്ഞെടുത്ത ഇവിടെ സർവൈവ് ചെയ്ത് ഞാൻ ആ സ്നേഹമാത്യുവിനോട് പറഞ്ഞിട്ട് അവളുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് അങ്ങനൊക്കെ കാരണം ഇവിടെ വരെ എത്തി കുറെ പേരുണ്ട്. ഞാനും അതിലുള്ളത്. എനിക്കൊന്നും പറയാൻ അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് പഠിക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാതിരുന്നതാണ് കോഴ്സ്. അപ്പൊ ആദ്യമായപ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞ് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാണ്. അപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് ആണ് പറഞ്ഞേട്ടാ ദാന്ന് പറഞ്ഞ് ഓരോ ഡേയ്സ് പോകുന്നു. പെട്ടെന്ന് പോയി, കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് പോയി. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ കൊടുത്ത് നിൽക്കാന്ന് പറയത്തില്ല, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നഴ്സിംഗ് അടിപൊളിയാണ്. കുറേ കഷ്ടപ്പാടുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. MBBS പോലെ തന്നെ നഴ്സിംഗിലും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എഴുതാൻ ഇഷ്ടംപോലെ എഴുതാനുണ്ട്. ഇപ്പം ഞങ്ങളുടെ ബാച്ചോടുകൂടി ഇയർ തീർന്നു. പക്ഷെ സെമ്മാണ് ഇപ്പം. സെമ്മാർക്ക് എന്ന് പറഞ്ഞാൽ 6 months കൂടി ഇരിക്കുമ്പോൾ എക്സാം ആണ്. അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിലും സബ്ജക്ട്സ് എക്സാമിന് കുറവാണെങ്കിലും ഞങ്ങളുടെ അതേ ടോപ്പിക്സ് വിത്തിൻ 6 months പഠിക്കണം. അങ്ങനെ ഒരു സംഭവമാണ് അവർക്ക്. അവർക്കും എന്ന് പറഞ്ഞാൽ ഈ 6 മാസം തന്നെ അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, സെമിനാർ, മൈക്രോ ടീച്ചിങ്, അങ്ങനെ കുറെ സംഭവം അവർക്കുണ്ട്. ഇനി വരുന്ന ബാച്ചിനെല്ലാം സെമ്മാണ്. നഴ്സിംഗ് ഞങ്ങളോടെ ഇയർ കംപ്ലീറ്റ് ആവുകയാണ്. എനിക്ക് ഇയർ ആയിരുന്നു ഇച്ചിരൂടെ നല്ലത്, 1 വർഷം കൊണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സബ്ജക്ട്സ് കൂടുതലായിരുന്നു. പക്ഷെ ആ ഒരു ഇയർലി വരുന്ന എക്സാമിന് ഞങ്ങൾ കഷ്ടപ്പെട്ട് തല്ലൂത്തി കിടന്ന് പഠിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ക്ലിനിക്കൽസ് ഭയങ്കര ഒരു സൈഡിൽ നോക്കിയാൽ നല്ലതായിരുന്നു. ഞങ്ങൾക്കിപ്പം ഗവൺമെന്റിലും ഒക്കെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അടൂർ ലൈഫ് ലൈനിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ നല്ലതായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു പോസ്റ്റിങ്ങിന് വന്നതിനാണെങ്കിൽ പറയാം. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ നല്ല ടീച്ചേഴ്സ്, എല്ലാവരും നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. ഞങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്തു. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് അല്ലേ. ഞങ്ങളുടെ ഷീജമ്മ, അതെ, ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ 4th year വന്നപ്പോഴത്തേനും വന്ന ഞങ്ങളുടെ കോർഡിനേറ്ററാണ് ഷീജാമ്മ. ഷീജ മാമിന് ഞങ്ങളൊരിക്കലും ബാക്കി പിള്ളേരെ ചതിക്കാൻ വേണ്ടി ഷീജ മാമിന്റെ കൂടെ നിന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ ഞങ്ങൾ എന്താണ്, ഞങ്ങൾ അതാണ് ഷീജ മാമിന്റെ അടുത്ത്. ഷീജ മാം ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെന്താ, അതൊക്കെ ഉള്ളു. അപ്പം വീണ്ടും ബ്ലോഗ്സ് ആയിട്ട് ഞാൻ വരും. പക്ഷെ ഇവളുമാരും ഇല്ല. അഭിരാമിയാണ് ലാസ്റ്റ് വീഡിയോ ആണെന്ന് അറിയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഹോസ്റ്റലിൽ ലാസ്റ്റ്, പക്ഷെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീഡിയോ എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. അപ്പം ഇത്രേ ഉള്ളു ഗൈസ്. വീണ്ടും കാണുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ, നമ്മൾ ഒരുമിച്ചുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ ടാറ്റ. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ signing off.